ഹേയ് ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് വീഡിയോ ആണ്. കാരണം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ ചിക്കൻ വാങ്ങാൻ പോകാനും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ട് റൂമിലെത്തിയപ്പോൾ തന്നെ സമയം കുറേ ലേറ്റായി. അപ്പം ഞാൻ എന്തൊക്കെയോ ആക്കി കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറീൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. ചിക്കൻ കറിയല്ല, ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഗ്രേവി പോലെ. അപ്പം ഞാൻ വന്ന ഉടനെ തന്നെ കുറച്ച് ചോറിട്ടു. പിന്നെ ചിക്കൻ ഫ്രിഡ്ജിലായിരുന്നല്ലോ, അപ്പം ഞാൻ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് മോരുകറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു വന്ന് കയറിയ ഉടനെ തന്നെ. അപ്പം ഞാൻ ഒരു ഈന്തപ്പഴം എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിശപ്പ് മാറുന്നില്ല. അപ്പം ഞാൻ എന്താക്കി, ഫ്രിഡ്ജിൽ കുറച്ച് പാലിരിക്കുന്നുണ്ടായിരുന്നു, ചായ വെച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ എപ്പോഴത്തെയും സ്നാക്കായിട്ടുള്ള മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും അതിൻ്റെ ഒരു കഷ്ണം കഴിച്ചിട്ട് ഇന്ന് രാവിലെ തൊട്ടുകൂടെ ഒരു മൂടിയിട്ടുള്ളൊരു എന്താ പറയുക, ഫുൾ ഇരുട് നിറഞ്ഞിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ മഴച്ചാറ്റലുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ തന്നെ വൈകുന്നേരവും മഴച്ചാറ്റൽ. ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പം ഇപ്പോഴും ഒരു മഴച്ചാറ്റലുണ്ട്. ഞാൻ എപ്പോഴും ബാക്ക് വശമാണ് കാണിക്കുന്നത്, ഇന്ന് ഞാൻ ഫ്രണ്ട് വശം കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും കിച്ചൻ്റെ ആ ഭാഗത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗം നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല അധികം. അപ്പം ഞാൻ പറഞ്ഞ ചിക്കൻ പെരറ്റ് ഇതാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് മോര് ഞാൻ പാന് ചൂടായതിലേക്ക് തന്നെ ഒഴിച്ചപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഈ നമ്മുടെ പാല് പിരിയില്ലേ, അതേപോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പെട്ടെന്ന് എനിക്കൊരു ഇതിൽ ഞാൻ അങ്ങ് ഒഴിച്ചു പോകുന്നത്, എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവും എന്നുള്ളത്. അങ്ങനെ ഞാൻ മോരുകറിക്ക് വറവിടാനുള്ളതൊക്കെ എടുത്താക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പുറത്തേക്ക് അത് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ചൂടാറിയതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചത്. കാരണം ഇല്ലെങ്കിലും പിന്നെ ഒന്നും കൂടെ പിന്നെ അതെടുത്ത് കളയേണ്ടി വരും, ആ ഒരു ഇതിലായിരുന്നു. പക്ഷേ ഏകദേശമൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, കാണുന്ന പോലെ അല്ലായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ചട്ടിയിൽ തന്നെ ഞാൻ എന്താക്കി, ചിക്കൻ ചൂടാക്കാനും ഇട്ടു. ഇല്ലെന്നുണ്ടെങ്കിൽ അതും ഞാൻ കഴുകി വെക്കേണ്ടി വരില്ലേ. ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഡിന്നർ ഇവിടെ ആയിട്ടുണ്ട്. മോരുകറി ഇങ്ങനെയാണെങ്കിൽ ആരും നോക്കണ്ട. മോരുകറി ചൂടായ പാനിലേക്ക് മോര് ഒഴിക്കാൻ പാടില്ല, എനിക്കറിയില്ല. സോ കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ആവി പറക്കുന്ന ചോറ്, ചിക്കൻ ഫ്രൈ. ഇത് ചിക്കൻ ഫ്രൈ അല്ല കേട്ടോ, ഇത് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നല്ല ടേസ്റ്റാണ്. യമ്മി. കാരണം മോരുകറി എങ്ങനെ ആക്കി തന്നാലും ഞാൻ കഴിക്കും. എൻ്റെ ഫേവറേറ്റ് ആണ് മോരുകറി. സോ എനിക്ക് സംസാരിച്ചിട്ടൊന്നും സമയമില്ല, ഞാൻ പോയി കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.